നമ്മുടെ ചുറ്റുമുള്ളവരോടൊക്കെ നമുക്ക് എന്നൊന്നും ഐ ലവ് യു പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ വാലന്റൈൻസ് ഡേ വരുമ്പോഴെങ്കിലും നമുക്ക് ഐ ലവ് യു പറയാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ട്രിവാൻഡ്രത്തുള്ള ഒരു കോളേജിൽ വന്നിട്ട് അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ലൗഡ് വൺസിനോട് ഐ ലവ് യു പറയാനുള്ളൊരു അവസരം നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റെസ്പോൺസും കൂടെ കണ്ടുപോകാം. നമുക്ക് ഒരാളെ വിളിച്ചിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് നമുക്ക് ഐ ലവ് യു പറഞ്ഞാലോ? ചിലപ്പോൾ എങ്ങാനും എസ് പറഞ്ഞാലോ? ചിലപ്പോൾ നീ ഐ ലവ് യു പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിന്നോട് ഐ ലവ് യു തിരിച്ചു പറയും. ഇല്ലെങ്കിൽ നീ പറയണത് ഇത് പ്രോഗ്രാമാണെന്ന്. ട്രൈ ചെയ്യാം. ഓക്കെ, സെറ്റ്. ആ, നീ ശ്രീലക്ഷ്മിയെ വിളിക്കാൻ. ആ, ചിലപ്പോൾ എങ്ങനെ അവരിങ്ങോട്ട് ഐ ലവ് യു പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? എസ് പറഞ്ഞില്ലേ നിനക്ക് പറയുന്നത് ടി വി ഷോ ആണ്. ഹലോ സുഹാന എവിടാ? ഇവിടെ നിൽക്കണേ. ഐ ലവ് യു. ഐ ലവ് യു ടു. അത് പ്ലാൻ പൊളിഞ്ഞു. ചേച്ചി, നമ്മളിപ്പോൾ നമ്മുടെ ലൗഡ് വൺസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമ്മൾ എല്ലാ ദിവസവും ഐ ലവ് യു പറയണമെന്നില്ലല്ലോ. ഇല്ലേ? പക്ഷെ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോട് വിളിച്ച് ഐ ലവ് യു ഒക്കെ പറയാം. അങ്ങനെ ചേച്ചി മാരീഡ് ആണോ? ആ, മാരീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒരു ഐ ലവ് യു പറഞ്ഞാലോ? ശ്രമിച്ചു നോക്കാം. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. റിയാക്ഷൻ എന്തായിരിക്കും ഊഹിക്കുന്നത്? വേറെ ഒന്നും പറയാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി, ടെൻഷനുണ്ടോ? എന്താ ടെൻഷനുണ്ടോ? ആ, നല്ലപോലെ ഉണ്ട്. ഇടയ്ക്ക് ഐ ലവ് യു പറയാറുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറയാറില്ല. തിരക്കിൽ നിൽക്കുമ്പോൾ എന്താണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നറിയാം. ഹലോ, ഞാൻ കോളേജിൽ നിൽക്കുകയാണേ. ആ, അല്ല, എനിക്കിന്ന് ഫീസ് അടയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അല്ല, ഒരു മിനിറ്റ്. അല്ലല്ല അല്ല അല്ല ഞാൻ പറയട്ടെ. ഹലോ, ഐ ലവ് യു. ഐ ലവ് യൂന്ന്. ആ, അതുകൊണ്ട് തന്നെ അത് തന്നെ, ആ കാര്യം തന്നെ. കോളേജ്. ഓ, അതിവിടെ കൈരളി ചാനലിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒന്ന് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ആ, സ്പീക്കറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞതാ. ഇത്രയും നേരം താങ്കൾ സ്പീക്കറിലായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയും നേരം താങ്കൾ സ്പീക്കറിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയാലോ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാലോ. നല്ലേ അല്ലേ? അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ പെട്ടെന്ന് കേട്ടപ്പോൾ സന്തോഷം വന്നില്ലേ? അപ്പൊ ആ സന്തോഷമാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ്. താങ്ക് യു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 വർഷമായി. ലവ് മാരേജ് ആണോ? അതെ. ആ, ലവ് മാരേജ് ആണോ? എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയം? അത് കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ. ഒരുമിച്ച് പഠിച്ചാണോ? അല്ലല്ല. എത്ര നാളെ നിങ്ങൾ റിലേഷനിലായിരുന്നു? 5 വർഷം. ഓ, 5 വർഷമോ? ഓക്കെ, ഇപ്പൊ കല്യാണം കഴിഞ്ഞ 1 വർഷം. ഓക്കെ, അപ്പോൾ 6 വർഷം. ശരി, എന്നാൽ നമുക്ക് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? ഹസ്ബൻഡ് എടുക്കുമെന്ന് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. വാ, സ്പീക്കറിലുണ്ടോ കേട്ടോ? ആള് തിരക്കിലായിരിക്കും. സാരമില്ല, ഒരു ഐ ലവ് യു ഒക്കെ കേൾക്കാം. തിരിച്ചു വരുന്ന റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ പറ്റും. കുഴപ്പമില്ല, എന്തായാലും 6 വർഷത്തിൽ അറിയുന്ന ആളല്ലേ. ഒരു ഐ ലവ് യു ഒക്കെ എന്തായാലും കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ? വല്ലപ്പോഴും. ഹലോ. പിന്നെ ഒന്നുമില്ല, ചുമ്മാ വിളിച്ച. പിന്നെ നിനക്ക് വേറെ പണിയില്ല, പഠിച്ചൂടെ? പിന്നെ ആയില്ലേട്ടാ, ഐ ലവ് യു.
ആ ശരി അപ്പൊ ഇത് ആരാണ് പറഞ്ഞു വിളിപ്പിക്കുന്നത്? ആര് പറഞ്ഞു വിളിക്കാണ്? ആര് പറഞ്ഞിട്ട് വിളിക്കാണെന്ന്? ഐ ഡോണ്ട് നോ. ആരോമന് വന്ന പണിയാ, അവന്റെ അടുത്ത് എല്ലാം ചോദിച്ചോ. ആരുമില്ല. എന്നാലും 6 വർഷം അല്ല 5 വർഷം റിലേഷൻഷിപ്പ് എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ച ഒരാൾ വിളിച്ച് ഐ ലവ് യു എന്ന് പറയുമ്പോൾ ശരിയെന്നോ? അത് മനസ്സിലായി, ആര് പറഞ്ഞ പണിയാണെന്ന്. അല്ലാതെ അവള് ഞാൻ വിളിച്ചിട്ട് പറയത്തില്ല, അതാണ്. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്നൊക്കെയാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. അത് വേറെ തള്ളുകൾ മാത്രം. ഇത് TV പ്രോഗ്രാം, ഇത് ഫ്രണ്ട്സ് അല്ല, ഇത് TV പ്രോഗ്രാം ആയിരുന്നു. TV പ്രോഗ്രാമോ? നന്നായി. എന്തായാലും അങ്ങനെയെങ്കിലും ഒരു ഐ ലവ് യു കിട്ടിയില്ലേ? ആ അതാണ്. താങ്ക് യു. താങ്ക് യു.